നമുക്കൊരു അച്ചാറിട്ടാലോ? ഞാൻ അവിടേക്കൊക്കെ ഇരുമ്പിപ്പുളി എന്ന് പറയും, നിങ്ങൾ അങ്ങോട്ട് എന്താ പറയാന്നറിയാല. ഇവിടെ മതിയാപ്പൻ്റെ വീട്ടിൽ നിറച്ചുണ്ട്. കുറേ ദിവസമായി ഞാൻ വിചാരിച്ച് അച്ചാറിടണമെന്ന്. ഇന്നാണ് സമയം കിട്ടി, നമുക്ക് അച്ചാറിടാം. അപ്പോൾ ഇതാണിതാ കുറേ നിലത്ത് വീണ് പോയിട്ടുണ്ട്. ഇങ്ങനെ ഫുള്ളുണ്ട്. കാശിയാണ് പറിച്ചിട്ട് തരുന്ന ഒരു പ്ലേറ്റിൽ. ഇത് അച്ചാറിട്ടാൽ, ഇത് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഒക്കെ കണ്ടിനും ഇത് അച്ചാറിട്ട് കഴിക്കുന്നത്. പക്ഷേ ചെറുപ്പത്തിലൊക്കെ നമ്മൾ 90s കിഡ്സൊക്കെ എത്ര കഴിച്ചതല്ലേ ഇത്. പല ആംഗിളിൽ നിന്ന് വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ സാജുവിനോടാട്ടോ പറഞ്ഞത്. താഴത്തുനിന്നും മുകളിൽ നിന്നും സൈഡിൽ നിന്നും ഒക്കെ ആയിട്ട് അവസാനം ഞാൻ കുറേ ഒരു പ്ലേറ്റ് നിറയെ ഇരുമ്പിപ്പുളി പറിച്ച് അമ്മ പണിയും കഴിഞ്ഞ് വന്ന് ശ്രീജിലേച്ചിയുടെ പണിയിലെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കിയെന്ന് പറഞ്ഞപ്പോൾ അയ്യോ ഞാനില്ലേ എന്ന് പറഞ്ഞാണ് രണ്ടാളും പോകുന്നത്. അവസാനം ഞാൻ അതൊക്കെ കഴുകി കൊണ്ടുപോകുന്നു. ഓരോന്നായിട്ട് നല്ലോണം തുടച്ച് വെക്കുകയാണ്. നല്ല വൃത്തിയിൽ തുടയ്ക്കണമല്ലോ. ഓരോ പാട്ടുകൾ ഞാൻ തന്നെ പാടുന്നുണ്ട്, മനസ്സിലാണ് പാടുന്നത്, എല്ലാം തുടച്ച് വെക്കുന്നുണ്ട്. നല്ല വൃത്തിയായിട്ടുണ്ട്. ഇനി ഞാൻ വിചാരിച്ചൊന്ന് കടിച്ച് നോക്കിയാലോ എന്ന്. എക്സ്പ്രഷൻ ഇല്ലാണ്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്ന് മുഴുവനായിട്ട് വായിലിട്ടു. വിത്തൗട്ട് ഇനി എക്സ്പ്രഷൻ നമുക്കിത് കഴിച്ച് നോക്കിയാലോ എന്ന് ആലോചിക്കാണ്. പക്ഷെ നടക്കൂല മക്കളെ. നമ്മൾ എത്ര എക്സ്പ്രഷൻ ഇല്ലാന്ന് വിചാരിച്ചാലും കഴിക്കാൻ പറ്റില്ല. ഇനി അമ്മേൻ്റെ ഡയലോഗാണേ. നോക്കട്ടെ, ഞാൻ ഉണ്ടാക്കുന്ന അച്ചാറോ നീ ഉണ്ടാക്കുന്ന അച്ചാറോ ടേസ്റ്റ് കൂടാന്നൊന്നും നോക്കണം. ഞാനൊന്നും പറഞ്ഞു തരില്ല കേട്ടോ എന്തൊക്കെ ചെയ്യണമെന്ന്. എൻ്റെ സ്വന്തം ഐഡിയയിൽ ഉണ്ടാക്കും. ഓക്കെ. വെളുത്തുള്ളി തൊലി കളഞ്ഞ് ചതച്ചതും നമ്മുടെ മുറിച്ച് വെച്ച ഇരുമ്പിപ്പുളിയും കൂടി ലെയറായിട്ട് ഉപ്പും അച്ചാറുപൊടി എല്ലാം കൂടി ലെയറായിട്ട് ഒരു സ്റ്റീൽ പാത്രത്തിലേക്കിട്ട് നല്ലപോലെ അടച്ച് വെച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം. കുറച്ച് സുർക്കയും കൂടി ആവശ്യത്തിന് ഒഴിക്കണേ. അപ്പോൾ ഓക്കെ, ബൈ.